നിഖിൽ, നാടകീയ സംഭവങ്ങൾ നമ്മൾ കണ്ടതാണ്. നെന്മാറ സ്റ്റേഷന് മുന്നിൽ നാട്ടുകാർ അവിടെ സംഘടിക്കുന്നു, പ്രതിഷേധിക്കുന്നു. പോലീസിന് ലാത്തി വീശേണ്ടി വന്നു, പെപ്പർ സ്പ്രേ പ്രയോഗിക്കേണ്ടി വന്നു, ജനരോഷം അത് ശമിപ്പിക്കുന്നതിന് വേണ്ടി. ഇപ്പോൾ ചെന്താമര എവിടെയാണുള്ളത്? ഇന്നത്തെ നടപടിക്രമങ്ങൾ എങ്ങനെയാകും നിഖിൽ? ഉന്മേഷ്, ഇപ്പോൾ പ്രതി ചെന്താമരയുള്ളത് ആലത്തൂരിലെ ഡിവൈഎസ്പി ഓഫീസിലാണ്. അവിടെയാണ് ഇപ്പോൾ പ്രതി ഉള്ളത്. ഇന്നലെ വളരെ നാടകീയമായി നെന്മാറയിൽ നിന്ന് പ്രതിയെ ആലത്തൂരിലേക്ക് മാറ്റി. നെന്മാറയിൽ തന്നെ തുടരുകയാണെങ്കിൽ ഒരു പക്ഷെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു ഒരു സുരക്ഷയുടെ ഭാഗം കൂടി കണക്കിലെടുത്തുകൊണ്ട് ആലത്തൂരിലേക്ക് പ്രതിയെ നീക്കിയത്. അത് വളരെ രഹസ്യമായി മാധ്യമപ്രവർത്തകരെല്ലാം തന്നെ പിരിഞ്ഞു പോയതിനു ശേഷം ഏതാണ്ട് 2 മണിയോടുകൂടിയാണ് പ്രതിയെ നീക്കിയത്. വലിയ പോലീസ് സുരക്ഷയിൽ മറ്റ് ചില വാഹനങ്ങൾ കടത്തിവിട്ട ശേഷം രഹസ്യമായാണ് ആലത്തൂരിലേക്ക് മാറ്റിയത്. ഇന്നിപ്പോൾ ഇവിടെ വെച്ച് തന്നെയായിരിക്കും മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാക്കുകയും തുടർ നടപടികളൊക്കെ സ്വീകരിക്കുകയും ചെയ്യുക. ഇനി കോടതിയിലാണ് കൊണ്ടുപോകുന്നത് എന്നാണ് പറയുന്നത്. ആലത്തൂർ കോടതിയിലേക്ക് നേരെ പ്രതിയെ എത്തിക്കും. തുടർന്ന് 5 ദിവസത്തിന് ശേഷം മാത്രമേ പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെടൂ. അതിന്റെ സാഹചര്യം എന്ന് പറയുന്നത് ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഈ പ്രതിയും കൊണ്ട് തെളിവെടുപ്പിനും മറ്റും എത്തുമ്പോൾ ഉണ്ടാവുകയാണെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ 5 ദിവസം കഴിഞ്ഞിട്ടുള്ള കസ്റ്റഡി. 5 ദിവസം കഴിഞ്ഞ് പോലീസിന് പ്രതിയെ കസ്റ്റഡിയിൽ മതിയാകും എന്നാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത്. അതിനു മുൻപ് ഈ കോലാഹലങ്ങളൊക്കെ ഒന്ന് കെട്ടടങ്ങി ആളുകളിൽ ചെറിയ പ്രതിഷേധം ഒന്ന് ഒതുങ്ങിയ ശേഷമായിരിക്കും തെളിവെടുപ്പിനടക്കം എത്തിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ കേസിലെ എല്ലാ നീക്കങ്ങളും അതീവ രഹസ്യമായിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അത് പരസ്യമായി പ്രതിയെയും കൊണ്ടൊരു തെളിവെടുപ്പ് നടത്തുക എന്നൊക്കെ പറയുന്നത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ടാസ്ക് ആയാണ് അവർ കാണുന്നത്. കാരണം ഇന്നലെ അത്ര വലിയ പ്രതിഷേധമാണ് നെന്മാറ പോലീസ് സ്റ്റേഷന് മുന്നിൽ നമ്മൾ കണ്ടത്. വലിയ രീതിയിൽ പ്രതിഷേധം ഉയർത്തുകയും പോലീസിന് ഒരു നിലയ്ക്കും ഈ പ്രതിയെയും കൊണ്ട് പുറത്തേക്ക് പോകാൻ കഴിയാത്തൊരു സാഹചര്യം രൂപപ്പെടുന്നതുമൊക്കെ നമ്മൾ കണ്ടു. ഈ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിയെ എത്തിക്കുമ്പോൾ തന്നെ, വൈദ്യപരിശോധന കഴിഞ്ഞ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിക്കുമ്പോൾ തന്നെ പോലീസിന് അത് വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു. ഇതിന് പുറത്ത് ആളുകൾ തടിച്ചുകൂടുകയും ഞങ്ങൾക്ക് ആ പ്രതിയെ കാണിച്ചു തരൂ എന്നൊക്കെ പറഞ്ഞ ആളുകൾ അങ്ങനെ ആക്രോശിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. പോലീസ് സ്റ്റേഷന് മുന്നിൽ വലിയ രീതിയിലുള്ള അക്രമം തന്നെയാണ് ആളുകളും കാണിച്ചത്. അവർ വളരെ വൈകാരികമായിട്ടായിരുന്നു ആ സമയത്ത് ഇടപെട്ടിരുന്നത്. പിന്നീട് രാഷ്ട്രീയ നേതൃത്വമൊക്കെ ഇടപെട്ട ശേഷമാണ് ആ പ്രശ്നങ്ങൾ ഏറെക്കുറെ പരിഹരിക്കാൻ കഴിഞ്ഞത് എന്നുള്ളത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ വളരെ രഹസ്യമായിട്ടായിരിക്കും ഇനി തുടർന്നുള്ള നീക്കങ്ങൾ എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്ന ഒരു കാര്യം. തെല്ലും കുറ്റബോധമില്ലാതെയാണ് ഈ പ്രതി പോലീസിനോട് കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നത്. താൻ കൊലപാതകം നടത്തിയ രീതി, അതോടൊപ്പം ഇതിലേക്ക് നയിച്ച സാഹചര്യം ഒക്കെ തെല്ലും ആശങ്കയോ കുറ്റബോധമോ ഒന്നും ഇല്ലാതെയാണ് പ്രതി വിശദീകരിച്ചത്. ഇതിന് കാരണമായൊരു കാര്യമായി പ്രതി പറയുന്നത് മനഃപൂർവ്വം താൻ കൊലപ്പെടുത്തിയതല്ല. താൻ 2 പേരെയും കൊന്നു എന്നുള്ളത് സമ്മതിക്കുന്നു. പക്ഷെ മനഃപൂർവ്വമായിരുന്നില്ല. ഈ കൊല്ലപ്പെട്ട സുധാകരനോട് തനിക്ക് വലിയ വൈരാഗ്യം ഉണ്ടായിരുന്നു. തന്റെ കുടുംബം ശിഥിലമാക്കിയത് സുധാകരനായിരുന്നു. അതുകൊണ്ട് തന്നെ സുധാകരനെ കൊല്ലാൻ പദ്ധതി ഇട്ടിരുന്നു. പക്ഷെ ഇപ്പോൾ സംഭവിച്ചത് അബദ്ധത്തിൽ സംഭവിച്ചു പോയതാണെന്നാണ് പ്രതി പറയുന്നത്. ഇയാളുടെ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന കൊല്ലപ്പെടേണ്ട ആളുകൾ എന്ന് പറയുന്നത് ഒന്ന് സുധാകരനായിരുന്നു. സുധാകരന്റെ അമ്മ ഇയാളുടെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നില്ല. മറ്റൊരാൾ ഒരു പോലീസുകാരനാണ്. അതായത് ഇയാൾ നേരത്തെ സജിത കേസിൽ ഇയാള് റിമാൻഡിലാകുന്ന സമയത്ത് ആ അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. ഒരു പോലീസുകാരന്റെ പേര് ഇയാൾ പറയുന്നുണ്ട്. മറ്റൊരാൾ ഇയാളുടെ ഭാര്യ തന്നെയാണ്. അതായത് ഭാര്യയെ കൊലപ്പെടുത്താൻ ഇയാൾ ആഗ്രഹിച്ചിരുന്നു. മറ്റൊരാൾ ഇയാളുടെ അയൽവാസിയുമാണ്. അങ്ങനെ 3 പേരെ കൊലപ്പെടുത്തുകയായിരുന്നു ഇയാളുടെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. പക്ഷെ അതിലേക്ക് അപ്രതീക്ഷിതമായി ലക്ഷ്മി എന്ന അമ്മ കൂടി കടന്നു വരികയായിരുന്നു. അവരെയും കൊലപ്പെടുത്തി എന്നുള്ള കാര്യം പ്രതി സമ്മതിക്കുന്നുണ്ട്. പ്രതി ഇന്നലെ ചോദ്യം ചെയ്യലിൽ അന്വേഷണ സംഘത്തോട് പറഞ്ഞ കാര്യം, താനൊരു കൊടുവാളിന്റെ ഈ പിടിക്കുന്ന ഭാഗത്ത് ഒരു വലിയ വടി കെട്ടി പറമ്പിലേക്ക് പോവുകയായിരുന്നു. തേങ്ങ ഇടുകയോ അങ്ങനെ എന്തോ ആണ് ലക്ഷ്യം, എന്തോ പറക്കുകയാണ് ഇയാളുടെ ലക്ഷ്യം. അങ്ങനെ പറമ്പിലേക്ക് പോകുമ്പോഴാണ് ഈ സുധാകരൻ തനിക്ക് അഭിമുഖമായി വരുന്നത് കണ്ടത്. തന്നെ സ്കൂട്ടറിൽ വന്ന് ഇടിക്കാൻ സുധാകരൻ ശ്രമിച്ചു. അപ്പൊ ആ സമയത്ത് തന്റെ കയ്യിലുള്ള ഈ ആയുധം കൊണ്ട് ഇയാളെ പ്രതിരോധിക്കാൻ ശ്രമിച്ചു. അപ്പോൾ ഇയാളുടെ കഴുത്തിന് താഴെ, അതായത് ഹെൽമറ്റ് വെച്ചതിന് തൊട്ട് താഴെയാണ് അത് ചെന്ന് പതിച്ചത്. അതൊരു മുറിവായി മാറി. ആ സമയത്ത് സുധാകരൻ തന്നെ ആക്രമിക്കാൻ ശ്രമിച്ചു. അപ്പോൾ സ്വയം പ്രതിരോധം എന്നുള്ള നിലയ്ക്ക് താൻ തിരിച്ചും ആക്രമിച്ചു. ഈ സമയത്താണ് അമ്മ കടന്നു വന്നത്. അമ്മയും 2 പേരും കൂടി ചേർന്ന് തന്നെ പ്രതിരോധിക്കാൻ ശ്രമിച്ചപ്പോൾ ഇരുവരെയും താൻ വെട്ടി. ഇതാണ് പ്രതി പോലീസിനോട് പറഞ്ഞിട്ടുള്ള കാര്യം. ഇത് കൂടാതെ ചില അവിശ്വസനീയമായിട്ടുള്ള കാര്യങ്ങളും പ്രതി പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. അതായത് താൻ വിഷം കഴിച്ചിരുന്നു. വീട്ടിൽ നിന്നൊരു വിഷക്കുപ്പി പോലീസ് കണ്ടെത്തിയിരുന്നു. താൻ വിഷം കഴിച്ച് മരിക്കാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. പക്ഷെ വിഷം കഴിച്ചിട്ടും താൻ മരിച്ചില്ല എന്നൊരു കഥ പോലീസിനോട് പ്രതി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കൗതുകകരമായിട്ടുള്ള 1-2 കാര്യങ്ങൾ കൂടി ഈ അന്വേഷണ സംഘത്തോട് പ്രതി പറഞ്ഞിരുന്നു ഉന്മേഷ്. അതായത്
താൻ കാട്ടാനയ്ക്ക് മുന്നിലെത്തി എന്ന് ഇയാൾ വിശദീകരിക്കുന്നുണ്ട്. അതായത് ഈ നെല്ലിയാമ്പതി മലനിരകളിൽ ഒന്നിന്റെ മുകളിലാണ് ഇയാൾ അഭയം പ്രാപിച്ചിരുന്നത്. അപ്പൊ താൻ നടന്നിങ്ങനെ പോകുമ്പോൾ ഒരു കാട്ടാനയുടെ മുന്നിൽ താൻ ചെന്ന് പെട്ടു. ആ സമയത്ത് കാട്ടാന വേണമെങ്കിൽ തന്നെ ആക്രമിച്ചോട്ടെ എന്ന് താൻ കരുതി. പക്ഷെ കാട്ടാന തന്നെ ആക്രമിച്ചില്ല എന്നാണ് ചെന്താമര ഈ അന്വേഷണ സംഘത്തോട് പറഞ്ഞത്. ഇതുപോലെ തന്നെ അന്വേഷണ സംഘത്തിന്റെ ഡ്രോൺ തന്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അന്വേഷണ സംഘം ഡ്രോൺ പറത്തുമ്പോൾ താൻ മരങ്ങൾക്ക് താഴെയാണ് ഒളിച്ചിരുന്നത് എന്നും പ്രതി പറയുന്നുണ്ട്. ഈ ഡ്രോൺ പറത്തുന്നതൊക്കെ താൻ കണ്ടിരുന്നു. അവിടേക്ക് എത്തുമ്പോൾ അതിന്റെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ താൻ മരങ്ങൾക്ക് താഴെ ഒളിച്ചിരിക്കും. ഭക്ഷണം കിട്ടുമായിരുന്നെങ്കിൽ താൻ ഇനിയും വേണമെങ്കിൽ ദിവസങ്ങളോളം മറിഞ്ഞിരുന്നേനെ എന്നുകൂടി ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട് ഈ പ്രതി. എന്തായാലും ഇന്നിപ്പോൾ ആലത്തൂർ കോടതിയിൽ പ്രതിയെ ഹാജരാക്കും. അതിന് മുന്നോടിയായി തന്നെ ജില്ലാ പോലീസ് മേധാവിയുടെ ഒരു വാർത്താ സമ്മേളനവും ഉണ്ടായിരിക്കും. അതിലാണ് ഈ പ്രതിയെ പിടികൂടിയ രീതി, പ്രതി എന്തുകൊണ്ട് ഈ കൃത്യം നിർവഹിച്ചു, അതിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ എന്തൊക്കെയായിരുന്നു, അന്വേഷണ സംഘത്തിന് എത്രത്തോളം വെല്ലുവിളി ഉണ്ടായിരുന്ന വിഷയത്തിൽ, അതോടൊപ്പം തന്നെ അന്വേഷണ സംഘത്തിന് വീഴ്ച പറ്റി അല്ലെങ്കിൽ പോലീസിന് നെന്മാറ SHOക്ക് വീഴ്ച പറ്റിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഇന്ന് ജില്ലാ പോലീസ് മേധാവി വിശദീകരിക്കും. ഉന്മേഷ്, നിഖിലിപ്പോൾ ഈ ആലത്തൂർ ഡിവൈഎസ്പി ഓഫീസിലേക്കാണല്ലോ പ്രതിയെ എത്തിച്ചിരിക്കുന്നത്. ഈ പ്രാഥമികമായ ചോദ്യം ചെയ്യലിൽ തന്നെ ഇക്കാര്യങ്ങളൊക്കെ ഇതിനോടകം പ്രതി വിശദീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കേണ്ടതുണ്ട്. അതെപ്പോൾ പ്രതീക്ഷിക്കാം? ഏത് കോടതിയിലായിരിക്കും എത്തിക്കുക നിഖിൽ? നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആലത്തൂർ കോടതിയിലാണ്, 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലായിരിക്കും ഹാജരാക്കുക. അത് ഉച്ചയോടുകൂടി എന്നുള്ളതാണ് പോലീസ് നമ്മളോട് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അക്കാര്യത്തിൽ ഇനി എന്തെങ്കിലും മാറ്റമുണ്ടോ എന്നുള്ള കാര്യം അറിയില്ല. നിലവിലത്തെ സാഹചര്യത്തിൽ പോലീസ് പറഞ്ഞിട്ടുള്ളത് ഉച്ചയോടുകൂടി കോടതിയിൽ ഹാജരാക്കും എന്നുള്ളതാണ്. ഇനി ഈ കേസിന്റെ കാര്യത്തിൽ പോലീസ് അല്പം രഹസ്യ സ്വഭാവം സൂക്ഷിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അവർക്ക് ആ പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നത് കൊണ്ടായിരിക്കണം. അതുകൊണ്ടാണ് ഈ മാധ്യമങ്ങളൊക്കെ അവിടെ നീങ്ങിയ ശേഷമാണ് ഇയാളെ ആലത്തൂരിലേക്ക് മാറ്റിയത് തന്നെ. അതുകൊണ്ട് തന്നെ എന്തായാലും ഉച്ചയ്ക്ക് ശേഷം എന്നാണ് നിലവിൽ പറഞ്ഞിട്ടുള്ളത്. അക്കാര്യത്തിൽ ഒരു മാറ്റം ഉണ്ടാകുമോ എന്നുള്ള കാര്യം വ്യക്തമല്ല. എന്തായാലും നിലവിൽ നമ്മളോട് അറിയിച്ചിട്ടുള്ളത് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും പ്രതിയെ ഹാജരാക്കുക എന്നുള്ളതാണ്. കാരണം ഇന്നലെ രാത്രി വൈകിയും ചോദ്യം ചെയ്യൽ തുടർന്നതാണ്. ആലത്തൂർ DSP ഓഫീസിൽ പ്രതി എത്തിച്ചപ്പോഴും ചോദ്യം ചെയ്യൽ തുടർന്നിരുന്നു. അതുകൊണ്ട് തന്നെ വൈകിയായിരുന്നിരിക്കണം പ്രതി കിടന്നിരിക്കുക. അതുകൊണ്ട് രാവിലെ അല്പസമയം കഴിഞ്ഞ ശേഷം മാത്രമേ വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് അടക്കം കടക്കൂ, കോടതിയിൽ ഹാജരാക്കൂ എന്നൊക്കെയാണ് അറിയിക്കുന്നത്. അത് മാത്രമല്ല, പോലീസിന് ഇപ്പോൾ പ്രതിയെ കസ്റ്റഡിയിൽ വേണ്ട എന്നാണ് പറയുന്നത്. ഒരു 5 ദിവസം കഴിഞ്ഞ് കസ്റ്റഡി ആവശ്യപ്പെടുമെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ കസ്റ്റഡിയിൽ ആവശ്യപ്പെടാൻ പോലീസ് സാധ്യത ഇല്ലെന്നിരിക്കെ പ്രതിയെ റിമാൻഡ് ചെയ്യാനാണ് സാധ്യത കൂടുതൽ. കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രതിയെയും കൊണ്ട് ചോദ്യം ചെയ്യലിനും മറ്റും പോവുകയാണെങ്കിൽ ഒരുപാട് പ്രതിഷേധങ്ങൾ പോലീസ് പ്രതീക്ഷിക്കുന്നുണ്ട്. ആ സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനം ഇപ്പോൾ പോലീസ് കൈക്കൊണ്ടിട്ടുള്ളത്. ഉന്മേഷ്, നിഖിൽ പ്രമേശാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമര പോലീസിന്റെ പിടിയിലായിരിക്കുന്നു. ഇന്നലെയും വലിയ തിരച്ചിൽ നാട്ടുകാരുടെയും പോലീസിന്റെയും നേതൃത്വത്തിൽ നടന്നു. പക്ഷേ അതിന്റെ ആദ്യഘട്ടത്തിൽ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞില്ല. താൽക്കാലികമായി ആ തിരച്ചിൽ നിന്ന് പിന്നീട് പോലീസ് പിന്മാറുകയായിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ചെന്താമര പിടിയിലായി എന്നുള്ള വാർത്ത വന്നത്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഈ ചെന്താമരയെ കണ്ടു എന്ന റിപ്പോർട്ടുകൾ വരുന്നു. അദ്ദേഹം ചെന്താമരയ്ക്ക് പിന്നാലെ വരുന്നു. ചെന്താമര അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. തൊട്ടടുത്തുണ്ടായിരുന്ന കുട്ടികൾ ഇത് കാണുന്നുണ്ട്. അവരുൾപ്പെടെ അവിടേക്ക് എത്തുമ്പോൾ ഈ ചെന്താമര അവിടെ നിന്ന് കടന്നു കളയുകയായിരുന്നു. തൊട്ടു പിന്നാലെയാണ് വലിയ തിരച്ചിൽ ആരംഭിക്കുന്നത്. പോലീസിന്റെ പല സംഘങ്ങളായി തിരിഞ്ഞുള്ള തെരച്ചിൽ അവിടെ നടക്കുന്നുണ്ട്. ആ നാട്ടുകാരൊന്നടങ്കം ആ തെരച്ചിലിന്റെ ഭാഗമാകുന്നുണ്ട്. പക്ഷേ ആദ്യഘട്ടത്തിലെ ആ തെരച്ചിലിൽ ചെന്താമരയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പതുക്കെ പോലീസ് അവിടെ നിന്ന് പിൻവാങ്ങുകയായിരുന്നു. അതിന് ശേഷമാണ് കാര്യങ്ങൾ വ്യക്തമായത്. ഈ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി കാട്ടിൽ നിന്ന് ചെന്താമര പുറത്തിറങ്ങുന്നുണ്ട്. സഹോദരൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. നേരത്തെ പോലീസ് ഈ സഹോദരനുമായി തന്നെ സംസാരിച്ച് ഒരു കെണി ഒരുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ 2 ദിവസത്തിൽ കൂടുതൽ ഭക്ഷണം കഴിക്കാതെ അദ്ദേഹം അങ്ങനെ അവിടെ കഴിയില്ല എന്ന് സഹോദരൻ പറയുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വീട്ടിൽ പോലീസ് കെണിയൊരുക്കുന്നുണ്ട്. ചെന്താമര അവിടേക്ക് എത്തുകയായിരുന്നു. അവിടെ നിന്ന് പോലീസ് ചെന്താമരയെ പിടികൂടി എന്നാണ് പോലീസ് തന്നെ നൽകുന്ന വിശദീകരണം. അതിനുശേഷമാണ് ചെന്താമരയെ ഒരു സ്വകാര്യ വാഹനത്തിൽ നെന്മാറ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നത്. ആ വാഹനം അവിടെ എത്തുന്ന ഘട്ടത്തിൽ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. നാട്ടുകാർ വാഹനം തടയാൻ ശ്രമിച്ചു. ജനരോഷം ശക്തമായിരുന്നു. ഏറെ പണിപ്പെട്ടാണ് പോലീസ് ചെന്താമരയെ പോലീസ് സ്റ്റേഷനുള്ളിലേക്ക് കയറ്റിയത്. പോലീസ് സ്റ്റേഷനുള്ളിലേക്ക് ചെന്താമരയെ കയറ്റിയതോടെ അവിടെ ആൾക്കൂട്ടം സംഘടിക്കുകയായിരുന്നു. അവർ വലിയ പ്രതിഷേധമുയർത്തി. പോലീസ് സ്റ്റേഷന്റെ ഗേറ്റ് അവർ തള്ളിത്തുറക്കാൻ ശ്രമിച്ചു. അത് സംഘർഷത്തിലാണ് കലാശിച്ചത്. മതിലടക്കം തകരുന്ന സ്ഥിതിയുണ്ടായി. ഗേറ്റ് തകർക്കുന്ന സ്ഥിതിയുണ്ടായി. തൊട്ടു പിന്നാലെ പോലീസിന് നാട്ടുകാരെ പ്രതിരോധിക്കേണ്ടി വന്നു. പോലീസ് ലാത്തി വീശി ആദ്യഘട്ടത്തിൽ. പക്ഷെ അതിനുശേഷവും നാട്ടുകാർ സംഘടിച്ച് സ്റ്റേഷന് മുന്നിലേക്ക് എത്തുകയായിരുന്നു. തൊട്ടു പിന്നാലെ പോലീസിന് പെപ്പർ സ്പ്രേ പ്രയോഗിക്കേണ്ടി വന്നു. അതൊക്കെ വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കുകയും ചെയ്യുന്നുണ്ട്. ജനങ്ങളെ ശാന്തരാക്കാൻ വേണ്ടി പോലീസ് പിന്നീട് ശ്രമിക്കുകയുണ്ടായി.
അതിനുശേഷം അവിടെ പൊതുപ്രവർത്തകരുടെ അടക്കം ഇടപെടൽ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയാണ് പ്രതിഷേധങ്ങൾക്ക് അല്പം ശമനമുണ്ടായത്. അതിനുശേഷമാണ് ഈ ചെന്താമരയെ ഇപ്പോൾ നെന്മാറ സ്റ്റേഷനിൽ നിന്ന് ആലത്തൂർ ഡിവൈഎസ്പിയുടെ ഓഫീസിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഇതിനിടെ ചെന്താമരയിൽ നിന്ന് പോലീസ് വിവരങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്, ചോദ്യം ചെയ്തിട്ടുണ്ട് പ്രതി വെളിപ്പെടുത്തിയ കാര്യങ്ങളുണ്ട്. ഇത് കരുതിക്കൂട്ടിയുള്ള കൊലപാതകമെന്നല്ല പ്രതി പറയുന്നത്, മറിച്ച് തന്നെ ആക്രമിക്കാനുള്ള ശ്രമം നടന്നുവെന്നും അതിനെ പ്രതിരോധിക്കാൻ താൻ ശ്രമിച്ചുവെന്നും അപ്പോഴാണ് ഇതുണ്ടായതെന്നുമാണ് പ്രതി നൽകുന്ന വിശദീകരണം. ഈ സുധാകരൻ്റെ അമ്മയൊന്നും തൻ്റെ ഈ ലിസ്റ്റിലുണ്ടായിരുന്നതല്ല. ഈ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നതിനിടെ അവർ അതിലേക്ക് കടന്നു വരികയായിരുന്നു. അങ്ങനെയാണ് അവർ കൂടി ഇതിനിരയാക്കപ്പെട്ടത് എന്നാണ് നൽകുന്ന വിശദീകരണം. താൻ വിഷം കഴിച്ചു എന്ന് പ്രതി പറയുന്നുണ്ട്, പക്ഷേ മരിച്ചില്ല എന്നുകൂടി പറയുന്നു. അതിനുശേഷമാണ് അവിടെ നിന്ന് മറയിലേക്ക് കയറിയത് എന്നാണ് പ്രതി പോലീസ് നൽകുന്ന വിശദീകരണം. അവിടെ ഒളിവിൽ കഴിയുന്ന ഘട്ടത്തിൽ ആനയ്ക്ക് മുന്നിൽ അകപ്പെട്ടു, പക്ഷേ ആന തന്നെ ആക്രമിച്ചില്ല എന്നുകൂടി പ്രതി ഇപ്പോൾ വിശദീകരിക്കുന്നുണ്ട്. ആലത്തൂർ ഡിവൈഎസ്പി ഓഫീസിലാണ് ഇപ്പോൾ ചെന്താമര ഉള്ളത്. വലിയ ജനരോഷം ഉള്ളതുകൊണ്ട് തന്നെ പോലീസ് ഇക്കാര്യങ്ങളിലൊക്കെ രഹസ്യ സ്വഭാവം സൂക്ഷിക്കുന്നുണ്ട്. പ്രതിയെ ആലത്തൂർ ഡിവൈഎസ്പി ഓഫീസിലേക്ക് കൊണ്ടുപോയത് തന്നെ അങ്ങനെയായിരുന്നു. മാധ്യമങ്ങളുടെ അടക്കം കണ്ടുവെട്ടിക്കുന്നതിന് വേണ്ടി, ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടി പോലീസ് ആ നിലയ്ക്കാണ് സംവിധാനങ്ങളെല്ലാം ഒരുക്കിയതും ആലത്തൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ഇപ്പോൾ പ്രതിയെ മാറ്റിയിരിക്കുന്നതും. വലിയ ജനരോഷം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ പോലീസിന് അതിനെയും പ്രതിരോധിക്കേണ്ടതുണ്ട്. മജിസ്ട്രേറ്റിന് മുന്നിൽ ഉച്ചയോടെ ഹാജരാക്കിയേക്കും ചെന്താമരയെ. അതിനുശേഷം നിലവിൽ ഇപ്പോൾ കസ്റ്റഡിയിൽ ആവശ്യപ്പെടാൻ സാധ്യതയില്ല. അങ്ങനെയാണെങ്കിൽ പ്രതിയെ റിമാൻഡ് ചെയ്യുകയായിരിക്കും. അതിനുശേഷം ദിവസങ്ങൾ കഴിഞ്ഞ് കസ്റ്റഡി അപേക്ഷ നൽകാനായിരിക്കും പോലീസ് ഇക്കാര്യത്തിൽ ശ്രമിക്കുക. ചെന്താമരയെ തൂക്കിക്കൊല്ലണം എന്നാണ് സുധാകരൻ്റെ മക്കളുടെ ആവശ്യം. അവർ അത് പറയുന്നുണ്ട്. പോലീസ് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു ഈ പ്രതിയെ എന്നുള്ള വിമർശനം കഴിഞ്ഞ ദിവസം മുതലേ ആ കുടുംബം ഉന്നയിക്കുന്നതാണ്. അത് ആവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് ഈ പ്രതി പിടിയിലായ ഘട്ടത്തിലും സുധാകരൻ്റെ മക്കൾ. നിഖിൽ പ്രമേശം തുടരുന്നുണ്ട്. നിഖിൽ, ഈ വലിയ ജനരോഷം ഇപ്പോഴും അവിടെ നിലനിൽക്കുന്നുണ്ടല്ലോ. ഈ ആലത്തൂർ ഡിവൈഎസ്പി ഓഫീസിലേക്ക് പ്രതിയെ മാറ്റിയതോടെ അതേറെക്കുറെ ശമിച്ചു എന്നാണോ കരുതേണ്ടത്? ആ നാട്ടിലെ ജനങ്ങൾ എന്താണ് പറയുന്നത്? അവരുടെ പ്രതികരണങ്ങൾ എങ്ങനെയാണ് നിഖിൽ? ഉന്മേഷ്, ഈ ആലത്തൂർ ഡിവൈഎസ്പി ഓഫീസിലേക്ക് പ്രതിയെ മാറ്റിയ കാര്യം നാട്ടുകാർ അറിഞ്ഞിട്ടില്ല. ആ സമയത്ത് വാർത്തകളൊന്നും തന്നെ പ്രസിദ്ധീകരിച്ചിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ കാര്യം നാട്ടുകാർ അറിഞ്ഞിട്ടില്ല. ഇന്നലെ നമ്മൾ ഈ നെന്മാറ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പിരിയുന്നത് വരെയും അവിടെ വലിയ രീതിയിൽ ആളുകൾ ഉണ്ടായിരുന്നു. ആളുകൾ തന്നെ പല മേഖലകളിൽ നിന്ന് എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരുപക്ഷെ കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമായതുകൊണ്ടായിരിക്കണം ഒരുപാടധികം ആളുകൾ അവിടേക്ക് എത്തിച്ചേർന്നിരുന്നു ഈ പ്രതിയെ കാണാൻ. പലരും വലിയ രോഷത്തോടു കൂടിയാണ് അവിടെ എത്തിയത്. ഈ പ്രതിയെ എത്തിച്ച വാഹനം തകർക്കാൻ ശ്രമിക്കുകയും ഈ പോലീസ് സ്റ്റേഷന്റെ ഗേറ്റ് തകർക്കാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം നമ്മൾ കണ്ടതാണ്. അപ്പൊ അതിനർത്ഥം അത്രമേൽ ആളുകൾ പ്രകോപിതരായിരുന്നു. വളരെയധികം ആളുകൾ പ്രകോപിതരായിരുന്നു. കാരണം ഒരു കുടുംബത്തെ തന്നെ ശിഥിലമാക്കിയ ഒരു പ്രതി എന്ന് പറയുമ്പോൾ അത്രമേൽ ആ പ്രതിയോടുള്ളൊരു വിദ്വേഷം ആളുകൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു പക്ഷെ ജനങ്ങളുടെ കൈകളിലായിരുന്നു ഈ പ്രതിയെ ആദ്യം കിട്ടിയിരുന്നെങ്കിൽ എന്ന ആശങ്ക നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരുന്നു. കാരണം ആ തരത്തിലാണ് ഓരോ നിമിഷവും അവിടുത്തെ ആളുകൾ പ്രതികരിച്ചിരുന്നത്. ഊണും ഉറക്കവും ഉപേക്ഷിച്ച് അവർ മലയ്ക്ക് മുകളിലും കുന്നിന്മേട്ടിലും കാട്ടിലും ഒക്കെ തിരച്ചിൽ നടത്തുകയായിരുന്നു. ആ സമയത്തൊക്കെ പോലീസും പറയുന്നുണ്ടായിരുന്നു അത് ഈ പ്രതിയെ നാട്ടുകാരുടെ കയ്യിലാണ് കിട്ടുന്നതെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടായി മാറാൻ സാധ്യതയുണ്ട് എന്ന്. എന്തായാലും പോലീസിന്റെ കയ്യിൽ തന്നെ ഈ പ്രതി വന്നു ചേർന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ ഉന്മേഷ് സൂചിപ്പിച്ച പോലെ തന്നെ ഇയാൾ ഭക്ഷണപ്രിയനാണ്. ഭക്ഷണം കഴിക്കാതെ അധികം സമയം ഇയാൾക്ക് നിൽക്കാൻ കഴിയില്ല. അത് തന്നെയാണ് 2019 വിനയായതും ഇപ്പോൾ ഇയാൾക്ക് വിനയായതും. 2019 ഇതുപോലെ തന്നെ ഇയാൾ 5 ദിവസം കാണാമറയത്തിരുന്ന 5ാമത്തെ ദിവസം സഹോദരന്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ എത്തിയപ്പോഴാണ് അവിടെ വെച്ച് പോലീസ് പിടികൂടുന്നത്. സമാനമായ രീതിയിൽ തന്നെ ഇത്തവണയും അയാൾ പിടിയിലാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇയാൾ തറവാട്ട് വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ എത്തുന്നു. ആ വീടിന് സമീപത്ത് 7 പോലീസ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. അതിൽ ചില ഉദ്യോഗസ്ഥർ ഇയാൾ വരുന്നത് കാണുന്നു. ഇയാളോട് വളരെ ശാന്തമായിട്ട് കീഴടങ്ങാൻ ആവശ്യപ്പെടുന്നു. അവിടെ വെച്ച് പിടികൂടുന്നു. ആ വീട്ടിൽ വെച്ച് പോലീസ് ഈ ചിത്രങ്ങളൊക്കെ എടുത്ത ശേഷം ജില്ലാ പോലീസ് മേധാവിക്കെല്ലാം അയച്ചു നൽകി അത് കൺഫേം ചെയ്ത ശേഷമാണ് ഈ പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നത്. ആ നീക്കങ്ങളും വളരെ രഹസ്യമായിട്ടായിരുന്നു ഉന്മേഷ്. ഒരു ഭാഗത്ത് ഇയാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ നാട്ടുകാരടക്കം സജീവമാക്കുമ്പോഴും പോലീസ് അവരുടെ വലിയ ബസ് ഈ വീടിന് സമീപത്തേക്ക് വിളിച്ചു വരുത്തുകയും അതിലാണ് പ്രതിയെ കയറ്റി കൊണ്ടുപോയത്. പോലീസിനറിയാം ഒരു നാട് അറിയിച്ചുകൊണ്ടുള്ള ഒരു അറസ്റ്റ് നടത്തുകയാണെങ്കിൽ അവിടെ വലിയ കോലാഹലങ്ങൾ ഉണ്ടാകും, അവിടെ വലിയ തർക്കങ്ങൾ ഉണ്ടാകും, ആളുകൾ അതിന് സമ്മതിക്കാതെയാകും. അതുകൊണ്ട് തന്നെ വളരെ രഹസ്യമായി പ്രതിയെ ഈ വീട്ടിൽ നിന്ന് നീക്കി ഒരു ജീപ്പിൽ ഈ ബസ്സിനരികിലേക്ക് എത്തിച്ച് ബസ്സിലാണ് നെന്മാറ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിയെ എത്തിക്കുന്നത്.
അവിടെ എത്തിച്ച ശേഷമാകട്ടെ അവിടെ നിന്നൊരു കാറിൽ, അതായത് ആളുകൾ തിരിച്ചറിയാതിരിക്കാൻ മറ്റൊരു സ്വകാര്യ കാറിൽ ഈ നെന്മാറ താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു. അവിടെ എത്തിച്ച് വൈദ്യ പരിശോധന പൂർത്തിയാക്കിയ ശേഷം തിരിച്ച് വീണ്ടും സ്റ്റേഷനിലേക്ക് എത്തിക്കുന്നു. 3 ഉദ്യോഗസ്ഥർ ഒരേ സമയം ഇരുന്ന് ഈ പ്രതിയിൽ നിന്ന് കാര്യങ്ങൾ ചോദിച്ചറിയുന്നു. ഇടയ്ക്ക് ഈ കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ ആലത്തൂർ ഡിവൈഎസ്പി മുരളീധരൻ ഇതിൽ ജോയിൻ ചെയ്യുന്നു, കാര്യങ്ങൾ ചോദിച്ചറിയുന്നു. അപ്പോഴൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് പ്രതി പറയുന്നത്. അതായത് താൻ എന്തുകൊണ്ട് ഈ കൃത്യം നിർവഹിച്ചു, താൻ കൊലപ്പെടുത്തിയെന്ന് ആദ്യം തന്നെ പ്രതി സമ്മതിച്ചു എന്ന് മാത്രമല്ല, പക്ഷെ അതിന്റെ സാഹചര്യം എന്ത് എന്നുള്ളത് പറഞ്ഞ് വിശദീകരിക്കുകയായിരുന്നു പ്രതി. അതായത് താൻ മനഃപൂർവ്വം ചെയ്തതല്ല, താൻ കടന്നു പോകുമ്പോൾ സുധാകരൻ ഒരു സ്കൂട്ടറിൽ തനിക്ക് അഭിമുഖമായി വരുന്നു, തന്നെ ഇടിക്കാനാണ് എന്ന് തനിക്ക് അനുഭവപ്പെടുന്നു. പണ്ട് തന്റെ തലയിലേക്ക് പടക്കമെറിഞ്ഞ ആളാണ് സുധാകരൻ. അതുകൊണ്ട് തന്നെ കൊലപ്പെടുത്താനോ അല്ലെങ്കിൽ തന്നെ ആക്രമിക്കാനോ സുധാകരൻ മടിക്കില്ല. അപ്പോൾ കയ്യിലുണ്ടായിരുന്ന ഈ കൊടുവാൾ ഉപയോഗിച്ച് അതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചു. അപ്പോൾ സുധാകരന്റെ കഴുത്തിന് താഴെയായി മുറിവേറ്റു. ആ സമയത്ത് ലക്ഷ്മി എന്ന വയോധികയും അവിടേക്ക് വന്നു, അവരെയും ആക്രമിക്കേണ്ടി വന്നു. ഇരുവരും മരിച്ചു എന്ന് ഉറപ്പാക്കിയ ശേഷമാണ് താൻ അവിടെ നിന്ന് പോയത്. ഇത് പോയ ശേഷം ഈ നെല്ലിയാമ്പതി മലനിരകളിലെ ഒരു മലയ്ക്ക് മുകളിലാണ് ഒളിഞ്ഞിരുന്നത്. അവിടെ ഒരുപാട് ഇത്തരത്തിൽ ഒളിഞ്ഞിരിക്കാനുള്ള സാഹചര്യം ഉണ്ടെന്ന് തനിക്ക് അറിയാമായിരുന്നു. നേരത്തെ സജിതയെ കൊലപ്പെടുത്തിയപ്പോഴും അവിടെ തന്നെയാണ് മറഞ്ഞിരുന്നത്. അവിടേക്ക് പലതവണ ഈ തെരച്ചിൽ സംഘം വരുന്നത് കണ്ടു. അവർ വരുന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോഴൊക്കെ ദൂരയിൽ നിന്ന് കണ്ടപ്പോൾ തന്നെ ഓടി മറഞ്ഞുകൊണ്ട് അവരുടെ ശ്രദ്ധ തിരിക്കുന്ന സാഹചര്യം ഉണ്ടായി. പലകുറി തന്റെ മുകളിലൂടെ ഡ്രോൺ പറന്നു പോകുന്നത് കണ്ടു. ആ സമയത്തൊക്കെ മരങ്ങൾക്ക് താഴെ ഒളിച്ചിരുന്നു. ഇവർ ആനയ്ക്ക് മുന്നിൽ പെടുന്ന സാഹചര്യം ഉണ്ടായി. അഭിമുഖം നേരെ മുന്നിൽ ആന വന്ന് ചാടുന്ന സാഹചര്യം ഉണ്ടായി. തന്റെ ജീവൻ നഷ്ടമാകുന്നെങ്കിൽ നഷ്ടമായിക്കോട്ടെ എന്ന് ആ ഘട്ടത്തിൽ കരുതി. പക്ഷേ ആന തന്നെ ഒന്നും ചെയ്തില്ല എന്നാണ് പ്രതി പറയുന്നത്. ഇത്തരത്തിലുള്ള കുറെ മൊഴികൾ പോലീസിന് മുന്നിൽ പ്രതി വെക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിഷം കഴിച്ചു, താൻ മരിക്കുക ലക്ഷ്യമിട്ട് താൻ വിഷം കഴിച്ചു, പക്ഷെ താൻ മരിച്ചില്ല. എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഇപ്പോൾ 2 തവണ വൈദ്യപരിശോധന നടത്താൻ പോലീസ് തീരുമാനിച്ചത്. ഇനി ഏതെങ്കിലും തരത്തിൽ ഈ വിഷത്തിന്റെ അംശം ഇയാളുടെ ശരീരത്തിൽ ഉണ്ടോ എന്ന് തിരിച്ചറിയുന്നതിന് വേണ്ടി വീണ്ടും ഒരു വൈദ്യപരിശോധന ഉടനെ നടത്തുന്നുണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഇങ്ങനെയൊക്കെയുള്ള മൊഴികളാണ് നിലവിൽ പോലീസിന് നൽകിയിട്ടുള്ളത്. മറ്റാരുടെയും സഹായം തനിക്ക് ഉണ്ടായിട്ടില്ല, ആരോടും സഹായം ചോദിച്ചിട്ടുമില്ല, ഇത്തരത്തിൽ സഹായം തനിക്ക് ലഭിച്ചിട്ടുമില്ല എന്നും പ്രതി പറയുന്നുണ്ട്. ഇനിയിപ്പോ ഇന്നത്തെ നടപടികൾ എന്ന് പറയുന്നത്, രാവിലെ ജില്ലാ പോലീസ് മേധാവി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളെ കാണും. അതിനുശേഷം ഈ പ്രതിയുടെ വൈദ്യ പരിശോധന നടത്തി ആലത്തൂർ കോടതിയിൽ പ്രതിയെ ഹാജരാക്കും. ഇന്നിപ്പോൾ കസ്റ്റഡി പോലീസ് ആവശ്യപ്പെടില്ല എന്നാണ് പോലീസ് പറയുന്നത്. കാരണം നിലവിലത്തെ സാഹചര്യത്തിൽ പ്രതിയെ കൊണ്ട് തെളിവെടുപ്പിന് ഇറങ്ങിയാൽ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് വലിയ രോഷം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ വിഷയങ്ങളൊന്ന് കെട്ടടങ്ങിയ ശേഷം 5 ദിവസത്തിന് ശേഷം കസ്റ്റഡി ആവശ്യപ്പെടാമെന്ന ഒരു തീരുമാനത്തിലേക്കാണ് നിലവിലത്തെ സാഹചര്യത്തിൽ പോലീസ് എത്തിച്ചേർന്നിട്ടുള്ളത്. അങ്ങനെയായിരിക്കും ഇനിയുള്ള ഇന്നത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട നടപടികൾ. ഉന്മേഷ്, നിഖിൽ, അപ്പോൾ ഉച്ചയോടെ മജിസ്ട്രേറ്റിന് മുൻപിൽ കോടതിയിൽ എത്തിക്കും എന്നാണ് കരുതേണ്ടത്. ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ റിമാൻഡ് ചെയ്യുക, ജയിലിലേക്ക് വിടുക, അതിനുശേഷം ഇനിയും ഈ തെളിവെടുപ്പടക്കം നടത്തുക, അത് ഒരുപക്ഷെ ഈ ജനരോഷമടക്കം അടങ്ങിയ ശേഷം ദിവസങ്ങൾക്ക് ശേഷം എന്നതാണോ പോലീസ് ഇപ്പോൾ ആലോചിക്കുന്നത് നിഖിൽ? തീർച്ചയായിട്ടും ഇപ്പോഴത്തെ പോലീസിന്റെ ആലോചന അങ്ങനെയാണ്. അതായത് ഉടനെ പോയി പ്രതിയെ കൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയാൽ വലിയ രീതിയിലുള്ള ജനരോഷം ഉണ്ടാകും. പോലീസിന് തടയാൻ കഴിയാത്ത തരത്തിൽ ആളുകൾ ഇതിന് മുന്നിലേക്ക് ചാടിയെത്തും. അതുകൊണ്ട് തന്നെ അങ്ങനെ ആളുകളിൽ ഒരു പ്രകോപനം ഉണ്ടാക്കേണ്ട എന്ന് കരുതിയാണ് നിലവിലത്തെ സാഹചര്യത്തിൽ പോലീസ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഉടനെ ഈ പ്രതിയെ കൊണ്ട് തെളിവെടുപ്പടക്കം ഉണ്ടാകില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. അതുകൊണ്ട് 5 ദിവസത്തിന് ശേഷം കസ്റ്റഡിയിൽ ആവശ്യപ്പെടാമെന്നാണ് ഇന്നലെ ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥർ നമ്മളോട് പറഞ്ഞത്. അക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യം വ്യക്തമല്ല ഉന്മേഷ്. ഇന്നലെ രാത്രി പിരിയുമ്പോഴും ഉദ്യോഗസ്ഥനെ കണ്ടപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയത് ഇങ്ങനെ തന്നെയാണ്. പോലീസ് നിലവിൽ കരുതുന്നത് അതാണ്. കാരണം അത്ര വലിയ പ്രതിഷേധമാണ് ഇന്നലെ നെന്മാറ പോലീസ് സ്റ്റേഷന് മുന്നിൽ കണ്ടത്. അവർ പോലും പ്രതീക്ഷിക്കാത്ത തരത്തിൽ ആ പോലീസ് സ്റ്റേഷന്റെ ഗേറ്റ് അടക്കം മറിച്ചിടുന്ന രീതിയിൽ വളരെ അക്രമാസക്തരായിട്ടായിരുന്നു ആളുകൾ പ്രതികരിച്ചിരുന്നത് ഉന്മേഷ്. അതുകൊണ്ട് തന്നെ പോലീസിന് അക്കാര്യത്തിൽ വലിയ ആശങ്കയുണ്ട്. ഈ പ്രതിയുടെ ജീവനും സുരക്ഷ ഉറപ്പുവരുത്തുക എന്നുള്ളത് പോലീസിന്റെ ലക്ഷ്യമാണ്. സ്വാഭാവികമായിട്ടും അവർക്ക് ഈ കാര്യം ഉറപ്പുവരുത്തിയേ മതിയാകും. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ഇടയിലേക്ക് പ്രതിയെ ഇട്ടുകൊടുക്കാനുള്ള സാധ്യത തുലവും കുറവാണ് നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച്. ഉന്മേഷ്, നിഖിൽ പ്രമേഷാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പാലക്കാട് നിന്ന് നാടകീയ സംഭവങ്ങൾ ഇന്നലെ ഉണ്ടായി. നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമര പിടിയിലായതിന് പിന്നാലെയാണ് വലിയ തോതിൽ ജനരോഷം ഉണ്ടായത്. പോലീസ് സ്റ്റേഷന് മുന്നിൽ ആളുകൾ സംഘടിച്ചത്. പോലീസിന് അവരെ പിരിച്ചുവിടുന്നതിന് വേണ്ടി ചെറിയ തോതിൽ ലാത്തി വീശേണ്ടി വന്നു. അതിനുശേഷം പെപ്പർ സ്പ്രേ പ്രയോഗിക്കേണ്ടി വന്നു. പക്ഷെ അപ്പോഴും പിരിഞ്ഞു പോകാൻ കൂട്ടാക്കാതെ ജനങ്ങൾ അവിടെ സംഘടിച്ച് നിൽക്കുകയായിരുന്നു. ഒരു കുടുംബത്തെ ശിഥിലമാക്കിയ പ്രതിയാണ്. ആ പ്രതിയെ തങ്ങൾക്ക് വിട്ടു നൽകണം എന്നിങ്ങനെയുള്ള ആവശ്യങ്ങളൊക്കെ അവിടെ ഉയരുന്നത് നമ്മൾ കേട്ടു. ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ പോലീസ് ഏറെ പണിപ്പെട്ടു. പോലീസ് സ്റ്റേഷന് മുന്നിലുള്ള പ്രതിഷേധത്തിനിടെ സ്റ്റേഷന്റെ മതിൽ തകരുന്ന സ്ഥിതിയുണ്ടായി.
അവിടുത്തെ ഗേറ്റ് അത് തകർക്കുന്ന സ്ഥിതി ഉണ്ടായി. അതിന് തൊട്ടു പിന്നാലെയാണ് പോലീസിൻ്റെ ഇടപെടൽ ഉണ്ടായത്. പോലീസ് പെപ്പർ സ്പ്രേ പ്രയോഗിച്ചതുൾപ്പെടെ ഇപ്പോൾ വിമർശ വിധേയമാകുന്നുണ്ട്. നാടകീയമായ സംഭവവികാസങ്ങൾ നമ്മളങ്ങനെ കണ്ടു. ഇന്നലെ രാത്രിയോടെയാണ് ചെന്താമരയെ കണ്ടു എന്നുള്ള വാർത്ത എത്തുന്നതും വലിയ തോതിലുള്ള തെരച്ചിൽ ആരംഭിക്കുന്നത്. നാട്ടുകാർ ഉൾപ്പെടെ ആ തിരച്ചിലിൻ്റെ ഭാഗമായിരുന്നു. പോലീസും ഉണ്ടായിരുന്നു. ഒരു മലയുടെ അടിവാരം കേന്ദ്രീകരിച്ച് തെരച്ചിൽ നടക്കുന്ന ഘട്ടത്തിലാണ് മറ്റിടത്ത് നിന്ന് പോലീസിൻ്റെ വരയിലേക്ക് ചെന്താമര വന്ന് എത്തുന്നത്. അതാണ് പോലീസ് ഔദ്യോഗികമായി ഇക്കാര്യത്തിൽ നൽകുന്ന വിവരം. 2019 ആദ്യ കൊലപാതകം സജിതയെ കൊലപ്പെടുത്തിയ സമയത്തും സമാനമായ രീതിയിൽ കൊലയ്ക്ക് ശേഷം ചെന്താമര കടന്നു കളയുകയായിരുന്നു. അതിനുശേഷം ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ചെന്താമര പോലീസിൻ്റെ പിടിയിലായത്. ഈ 2024 ഇപ്പോൾ ഈ 2 പേരെ കൊലപ്പെടുത്തിയ ഘട്ടത്തിലും ചെന്താമര സമാനമായ രീതിയിലാണ് പോലീസിൻ്റെ പിടിയിലാകുന്നത്. ഈ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ എത്തുന്ന ഘട്ടത്തിൽ പോലീസ് ഒരുക്കിയ കെണിയിൽ പെടുകയായിരുന്നു ചെന്താമര. കുടുംബവുമായി നേരത്തെ തന്നെ പോലീസ് സംസാരിച്ചിരുന്നു. അപ്പോൾ ഈ ഒരുപാട് ദിവസങ്ങൾ ഇങ്ങനെ ഭക്ഷണം കഴിക്കാതെ കഴിയാൻ ചെന്താമരയ്ക്ക് കഴിയില്ല എന്ന് അവിടെ സഹോദരൻ തന്നെ പോലീസിനെ അറിയിക്കുകയായിരുന്നു. അതുകൊണ്ട് ഭക്ഷണം കഴിക്കാൻ ആ കുടുംബ വീട്ടിലേക്ക് വരാനുള്ള സാധ്യത പോലീസ് മുന്നിൽ കണ്ടു. അവിടെ പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിക്കുകയുണ്ടായി. അവർക്കിടയിലേക്കാണ് ചെന്താമര വന്നു കയറുന്നത്. കീഴടങ്ങാൻ ആവശ്യപ്പെടുകയായിരുന്നു. അങ്ങനെ ചെന്താമരയെ പോലീസ് അവിടെ നിന്ന് പിടികൂടി. അപ്പോൾ തന്നെ മറ്റു ഭാഗങ്ങളിലൊക്കെ ഈ നാട്ടുകാരുടെ തെരച്ചിൽ നടക്കുന്നുണ്ടായിരുന്നു. ജനരോഷം ഭയന്ന് പോലീസ് അവരുടെ വലിയ വാഹനം അവിടേക്ക് എത്തിക്കുകയായിരുന്നു. അങ്ങനെ പോലീസിൻ്റെ ബസ് എത്തിച്ചാണ് പ്രതിയെ അവിടെ നിന്ന് സ്റ്റേഷനിലേക്ക് മാറ്റുന്നത്. ഇടയ്ക്ക് പോലീസ് ഒരു പ്രൈവറ്റ് വാഹനവും ഉപയോഗിക്കുന്നുണ്ട്. ആ വാഹനമൊക്കെ തടയാൻ അവിടെ നാട്ടുകാർ ശ്രമിക്കുന്നത് കണ്ടു. പോലീസ് സ്റ്റേഷനിലേക്ക് ആ വാഹനം കയറ്റുന്ന ഘട്ടത്തിൽ നാട്ടുകാരുടെ വലിയ പ്രതിഷേധമുണ്ടായി. ആ വാഹനം തടയാൻ ശ്രമിക്കുന്നു. ഏറെ പണിപ്പെട്ടാണ് പോലീസ് നാട്ടുകാരെ ആശ്രമത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചത്. സ്റ്റേഷനിലേക്ക് അങ്ങനെ എത്തിക്കുകയായിരുന്നു. തങ്ങൾക്ക് ഈ പ്രതിയെ കാണണം എന്നുള്ള ആവശ്യങ്ങളൊക്കെ അവിടെ വെച്ച് നാട്ടുകാർ ഉയർത്തുകയുണ്ടായി. പ്രതി തങ്ങളുടെ കസ്റ്റഡിയിലുണ്ട് എന്ന് പോലീസ് വിശദീകരിക്കുന്നു. ആ പ്രതിയെ പോലീസ് സ്റ്റേഷന് മുൻപിൽ നിർത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. വലിയ തോതിൽ ജനരോഷം അണപൊട്ടുന്നതാണ് നമ്മൾ കണ്ടത്. പോലീസിന് ഏറെ പണിപ്പെട്ടാണ് നാട്ടുകാരെ ശാന്തരാക്കാൻ കഴിഞ്ഞത്. പിരിഞ്ഞു പോകാൻ കൂട്ടാക്കാതെ അവർ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഈ പ്രതിഷേധമൊക്കെ ശമിച്ചതിന് ശേഷം ഇന്ന് പുലർച്ചെ 2 മണിക്ക് 2 മണിയോടെയാണ് ഈ നെന്മാറ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പ്രതിയെ മാറ്റുന്നത്. ആലത്തൂർ ഡിവൈഎസ്പിയുടെ ഓഫീസിലേക്കാണ് ഇപ്പോൾ ചെന്താമരയെ എത്തിച്ചിരിക്കുന്നത്. ചോദ്യം ചെയ്യലിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ കുറ്റം ചെയ്ത കാര്യം, താൻ കൊല നടത്തിയ കാര്യം പ്രതി സമ്മതിച്ചിരുന്നു. പക്ഷേ അത് കരുതിക്കൂട്ടിയുള്ള കൊലപാതകമല്ല എന്നാണ് പ്രതി പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. നേർക്കുനേർ താനും സുധാകരനും വരുന്ന ഒരു ഘട്ടത്തിൽ ആക്രമണം ചെറുക്കുന്നതിനു വേണ്ടി, തനിക്ക് നേരെ ഉണ്ടായ ആക്രമണം ചെറുക്കുന്നതിനു വേണ്ടി ശ്രമിച്ചു. അപ്പോഴാണ് ഈ സുധാകരൻ മരിക്കുന്നത് എന്നാണ് പ്രതി പറയുന്നത്. സുധാകരൻ്റെ അമ്മ തൻ്റെ ലിസ്റ്റിലുണ്ടായിരുന്ന ആളല്ല എന്ന് പ്രതി പറയുന്നുണ്ട്. ഈ സംഘർഷത്തിനിടയിലേക്ക് അവർ വന്നതാണ്, അങ്ങനെയാണ് അവരെയും ആക്രമിക്കേണ്ടി വന്നതെന്നാണ് പ്രതി നൽകിയിരിക്കുന്ന മൊഴി. 3 പേർ തൻ്റെ ലിസ്റ്റിലുണ്ടായിരുന്നു എന്നാണ് പ്രതി വിശദീകരിക്കുന്നത്. ഒരു സമീപവാസി ഉൾപ്പെടെ, സുധാകരൻ ഉൾപ്പെടെ തൻ്റെ ലിസ്റ്റിലുണ്ടായിരുന്നു എന്നാണ് പ്രതി പകയോടെ പോലീസിനോട് പറയുന്നത്. ഏതായാലും ഇതിനുശേഷം സുധാകരൻ്റെ മക്കളുടെ പ്രതികരണം കൂടി ഇപ്പോൾ വന്നിട്ടുണ്ട്. പ്രതിയെ തൂക്കിക്കൊല്ലണം എന്ന് അവർ വേദനയോടെ പറയുന്നുണ്ട്. പോലീസ് ഇപ്പോഴും പ്രതിയെ സംരക്ഷിക്കുന്നു എന്നുള്ള വിമർശനം കൂടി കുഞ്ഞുങ്ങൾക്കുണ്ട്. അവരത് ഉയർത്തുകയും ചെയ്യുന്നുണ്ട്. പോലീസിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം നമ്മൾ കണ്ടതാണ്. ഈ ജാമ്യവ്യവസ്ഥ ലംഘിച്ച ഘട്ടത്തിൽ പോലീസ് കൃത്യമായി ഇടപെട്ടില്ല എന്നുള്ള വിമർശനം ഇപ്പോൾ തന്നെ ഉണ്ട്. ഇക്കാര്യത്തിൽ ADGP ഇതുമായി ബന്ധപ്പെട്ട് ഇന്നലെ റിപ്പോർട്ട് തേടിയിരുന്നു. ജില്ലാ പോലീസ് മേധാവി ഇക്കാര്യത്തിൽ റിപ്പോർട്ട് നൽകിയതാണ്. അതിന് പിന്നാലെയാണ് നെന്മാറ SHOയെ സസ്പെൻഡ് ചെയ്തത്. നെന്മാറ SHOയ്ക്ക് വീഴ്ചയുണ്ടായി ഇക്കാര്യത്തിൽ എന്നുള്ള പ്രാഥമിക വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു നെന്മാറ SHOയെ സസ്പെൻഡ് ചെയ്തത്. അങ്ങനെ പോലീസിനെതിരായ വിമർശനമുണ്ട് ഈ കേസിൽ, അതിപ്പോഴും നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോഴേതായാലും പ്രതി പിടിയിലായിരിക്കുന്നു. വലിയ പ്രതിഷേധങ്ങൾ നമ്മൾ ഇന്നലെ നെന്മാറ പോലീസ് സ്റ്റേഷന് മുന്നിൽ കണ്ടു. അതിന് പിന്നാലെ പ്രതിയെ ഇപ്പോൾ ആലത്തൂർ DYSP ഓഫീസിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. വലിയ
പോലീസ് സന്നാഹത്തിൻ്റെ അകമ്പടിയോടെയാണ് പ്രതിയെ മാറ്റിയത്. മാധ്യമങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടി വാഹനങ്ങൾ പല ഭാഗങ്ങളിലേക്ക് തിരിച്ചുവിടുകയും ചെയ്തു. അങ്ങനെ എവിടേക്കാണ് ഈ പ്രതിയെ എത്തിക്കുന്നത് എന്നത് മനസ്സിലാകാതിരിക്കാൻ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ശ്രമങ്ങൾ ഉണ്ടായി. ഇപ്പോൾ ആലത്തൂർ DYSP ഓഫീസിലേക്ക് പ്രതിയെ എത്തിച്ചിരിക്കുന്നു എന്നതാണ് വിവരം. ഇന്ന് ഉച്ചയോടെ ആലത്തൂർ കോടതിയിൽ പ്രതിയെ ഹാജരാക്കും. അതിനുശേഷം പ്രതിയെ റിമാൻഡ് ചെയ്യും. നിലവിൽ വലിയ പ്രതിഷേധങ്ങളുള്ള സാഹചര്യത്തിൽ, ജനരോഷമുള്ള സാഹചര്യത്തിൽ പ്രതിയെ പുറത്തേക്കിറക്കി ഒരു തെളിവെടുപ്പിന് പോലീസ് മുതിരില്ല എന്നാണ് കരുതേണ്ടത്. അങ്ങനെയെങ്കിൽ ജയിലിലേക്ക് അയക്കും പ്രതിയെ. കോടതി റിമാൻഡ് ചെയ്യുകയായിരിക്കും. ഈ റിമാൻഡിനിടെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യലുകളും തെളിവെടുപ്പും ഒക്കെ നടത്താനായിരിക്കും പോലീസ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. നിഖിൽ പ്രമേഷ് തുടരുന്നുണ്ട്. നിഖില, കുടുംബം, സുധാകരൻ്റെ പെൺമക്കളൊക്കെ പ്രതികരിക്കുന്നുണ്ടായിരുന്നു ഈ പ്രതി പിടിയിലായതിനു ശേഷവും. പോലീസ് ഇപ്പോഴും സംരക്ഷിക്കുന്നു പ്രതിയെ. ചെന്താമരയെ തൂക്കിക്കൊല്ലണം, അതൊക്കെ അവരുടെ വേദനയിൽ നിന്ന് വരുന്ന വാക്കുകളാണ്. അങ്ങനെ ഇപ്പോഴും ആ കുടുംബം പോലീസിനെതിരെ, പോലീസിൻ്റെ ചില നിലപാടുകൾക്കെതിരെയൊക്കെ വിമർശനം ഉന്നയിക്കുന്നുണ്ട്. ഈ ജാമ്യവ്യവസ്ഥ, അതുമായി ബന്ധപ്പെട്ട ലംഘനത്തിലൊക്കെ അലംഭാവം സ്വീകരിച്ചു എന്നുള്ള ആരോപണത്തിൽ SHOയ്ക്കെതിരെ നടപടി കൂടി ഉണ്ടായിട്ടുണ്ടല്ലോ ഈ ഘട്ടത്തിൽ. നിഖിൽ, തീർച്ചയായിട്ടും ഉന്മേഷ്, ഇന്നലെ നമ്മുടെ ഈ വാർത്താ ദിനം ആരംഭിച്ചത് തന്നെ ആ പെൺകുട്ടികളുടെ വാക്കുകൾ കേട്ടുകൊണ്ടാണ്. വലിയ പ്രയാസമാണ് തോന്നിയത്. ഹൃദയഭേദകമായിരുന്നു അവരുടെ വാക്കുകളെല്ലാം തന്നെ. അവരുടെ ചോദ്യം തന്നെ അച്ഛനും പോയി, അമ്മയും പോയി, മുത്തശ്ശിയും പോയി, ഇനി ആരാണ് ഞങ്ങൾക്കുള്ളത് എന്നുള്ളതാണ്. ഇനി ഞങ്ങളെ കൂടിയാണോ ഈ കൊലപാതകയ്ക്ക് കൊലപ്പെടുത്തേണ്ടത് എന്നുള്ളതായിരുന്നു അവരുടെ ചോദ്യം. ആ ചോദ്യം ഓരോ മലയാളിയുടെയും ഹൃദയങ്ങളിലേക്ക് ആഴത്തിൽ തറയ്ക്കുന്നതാണ്. കാരണം ആ കുട്ടികൾ അങ്ങനെ ചോദിക്കുമ്പോൾ അത് ആ നിസ്സഹായതയുടെ ഏറ്റവും അറ്റത്തു നിന്നുള്ള ചോദ്യമായിരുന്നു. അത് നിയമ സംവിധാനങ്ങളോടുള്ള ചോദ്യമായിരുന്നു. ഒരുപക്ഷെ ഈ നെന്മാറ പോലീസ് ആ കുട്ടികൾ പോയി പരാതി പറഞ്ഞപ്പോഴൊക്കെ അതിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രാധാന്യം, അർഹിക്കുന്ന ഗൗരവം നൽകിയിരുന്നെങ്കിൽ ഇത്ര പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ചോദ്യം ഓരോ മലയാളിയുടെയും ഹൃദയങ്ങളിലേക്ക് ആഴത്തിൽ തറക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ അവർക്ക് അല്പമെങ്കിലും നീതി കിട്ടിയെന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് ഈ ഘട്ടത്തിലാണ്. അതായത് ഈ പ്രതി പിടിയിലായിരിക്കുന്നു. ഇനിയിപ്പോൾ ഏറ്റവും ഉചിതമായിട്ടുള്ള ശിക്ഷ വാങ്ങി നൽകുമെന്ന് പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ പറയുന്നു. അത് തന്നെയാണ് ചെയ്യേണ്ടത്. ഇന്നലെ ആ സംഭവ സ്ഥലത്തെത്തിയ നെന്മാറ MLA K. ബാബുവും പറഞ്ഞത് തന്നെയാണ്. ഇനിയെങ്കിലും പ്രതി പുറത്തിറങ്ങാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ട് നല്ല ശക്തമായിട്ടുള്ള വകുപ്പുകൾ തന്നെ ചേർത്ത് പ്രതിക്കെതിരെ കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടാവണം. അത് കോടതിയിൽ പ്രൂവ് ചെയ്യാൻ കഴിയണം. ഈ പ്രതിയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട്, ഒരു കുറ്റവാളി എന്നുള്ള തരത്തിലുള്ള ഇയാളുടെ ബാക്ക്ഗ്രൗണ്ട് കോടതിയിൽ വ്യക്തമാക്കാൻ കഴിയണം. തുടർച്ചയായ ഇത്തരത്തിലുള്ള ക്രൂരകൃത്യങ്ങൾ നിർവഹിക്കുന്നത് പ്രതിയുടെ ഒരു രീതിയാണ് എന്നുള്ളത് കോടതിയെ ധരിപ്പിക്കാൻ കഴിയണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കോടതിയെ അറിയിക്കാൻ കഴിയണം. എന്നാൽ മാത്രമേ ഏറ്റവും ഉചിതമായിട്ടുള്ള ശിക്ഷ ഈ പ്രതിക്ക് ലഭിക്കൂ എന്നുള്ളതാണ് എല്ലാവരും പൊതുവിൽ ആളുകൾ അഭിപ്രായപ്പെടുന്നത്. എന്തായാലും അത്തരത്തിലുള്ള നീക്കത്തിലേക്ക് തന്നെയായിരിക്കും പോലീസ് പോവുക. പോലീസ് ആദ്യഘട്ടത്തിലൊക്കെ ഈ പ്രതിയുടെ ജാമ്യം എതിർക്കുകയൊക്കെ ചെയ്തിരുന്നു. കോടതിയിൽ ജാമ്യം നൽകരുത്, പ്രതിയുടെ സ്വഭാവ രീതി അങ്ങനെ മാന്യമായ ഇടപെടലല്ല പ്രതിയുടേത് എന്നുള്ള തരത്തിലൊക്കെ പോലീസ് റിപ്പോർട്ട് നൽകിയിരുന്നു. പക്ഷേ പോലീസിന് വീഴ്ച പറ്റിയത് ഇയാൾ നാട്ടിലിറങ്ങി നടക്കുന്നു. സ്വന്തം നാട്ടിൽ ഈ ആദ്യം കൊലപ്പെടുത്തിയ ആളുടെ വീടിനോട് ചേർന്ന് ഒരു പ്രതി വന്ന് താമസിക്കുന്നു എന്ന് പറഞ്ഞത് അറിയിച്ചിട്ടും പോലീസ് വേണ്ടുന്ന പ്രാധാന്യം അതിന് കൊടുത്തില്ല എന്ന് മാത്രമല്ല, നമ്മളോട് തന്നെ ഇന്നിപ്പോൾ ചില ആളുകൾ വ്യക്തമാക്കിയ ബൈറ്റിലൊക്കെ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഈ എല്ലാ കാലവും ഇയാളെ പിടിച്ച് ജയിലിലിടാൻ പറ്റുമോ എന്നൊക്കെയുള്ള രീതിയിൽ വളരെ രോഷത്തോടു കൂടിയൊക്കെ ചില പോലീസുകാർ അവിടുത്തെ പ്രദേശവാസികളോട് സംസാരിച്ചിട്ടുണ്ട്. അക്കാര്യത്തിലൊക്കെ അവർക്ക് വലിയ എതിർപ്പുമുണ്ട്. അപ്പോ അങ്ങനെ ആ പരാതികളെ വളരെ നിസാരവൽക്കരിച്ച് കണ്ടതുകൊണ്ടാണ് ഇപ്പോൾ ഇത്ര വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ 2 കൊലപാതകങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ കഴിയുമായിരുന്നതാണ്. ഇത്ര ചെറിയ ഇത്ര ക്രൂരമായിട്ടുള്ള കൃത്യം നിർവഹിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഇയാളിൽ നിന്നൊരു അകലം സ്വാഭാവികമായിട്ടും ആ കുടുംബത്തിന് നിർത്തി കൊടുക്കേണ്ടത് ഓരോരുത്തരുടെയും ആവശ്യമായിരുന്നു. പക്ഷെ അക്കാര്യത്തിൽ ശ്രദ്ധയില്ലായ്മ ഉണ്ടായതാണ് ഇപ്പോൾ ഇത്ര വലിയൊരു ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാകാനുള്ള കാരണം. എന്തായാലും ഒരുപാട് പോലീസ് പഴികേട്ട ഒരു കേസാണ്. അതുകൊണ്ട് തന്നെ പോലീസ് അധികം ഇക്കാര്യത്തിൽ ഇനി ഒരു വീഴ്ച വരുത്താൻ സാധ്യതയില്ല. അതോടൊപ്പം തന്നെ പ്രതിയുടെ സുരക്ഷ ഉറപ്പാക്കേണ്ടതും പോലീസിന്റെ ദൗത്യമാണ്. അതുകൊണ്ടാണ് അവർ ഈ തെളിവെടുപ്പടക്കം, പരസ്യമായിട്ടുള്ള തെളിവെടുപ്പടക്കം വളരെ രഹസ്യമായി നടത്താൻ അവർ തീരുമാനിക്കുകയും അത് ഉടനെ വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് അവർ എത്തിച്ചേർന്നതും. എത്രയും വേഗത്തിൽ തെളിവെടുപ്പടക്കം നടത്തുന്നതാണ് പോലീസിനെ സംബന്ധിച്ചിടത്തോളം അഭികാമ്യം. അവർക്ക് എത്രയും വേഗം കുറ്റപത്രമടക്കം കോടതിയിൽ നൽകണമെങ്കിൽ
സാധിക്കുകയാണെങ്കിൽ എത്രയും വേഗത്തിൽ ഈ നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. പക്ഷെ നിലവിലത്തെ സാഹചര്യത്തിൽ അവർ കരുതുന്നത് ഇപ്പോൾ ഈ തെളിവെടുപ്പ് അടക്കം നടത്തുകയാണെങ്കിൽ അത് ജനരോഷം ഇരട്ടിയാക്കാൻ സാധ്യതയുണ്ട്. ആളുകൾ വളരെയധികം രോഷാകുലരാണ്. കാരണം ഒരു കുടുംബത്തെയാണ് ഈ പ്രതി അനാഥമാക്കിയിട്ടുള്ളത്. ഒന്നും അറിയാത്ത നിഷ്കളങ്കരായ ഒരു കുടുംബത്തെ, 2 പെൺകുട്ടികളെയാണ് അനാഥമാക്കിയിട്ടുള്ളത്. അതൊക്കെ മാധ്യമങ്ങളിലൂടെ ലോകമെമ്പാടുമുള്ള ആളുകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആളുകളെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം. നിഖിൽ പ്രമേശാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമര പോലീസിന്റെ പിടിയിലായിരിക്കുന്നു. ഇന്നലെ രാത്രി ആരംഭിച്ച നാടകീയമായ സംഭവ വികാസങ്ങൾ, പ്രതിയെ കണ്ടു എന്നുള്ള സൂചനകൾ പുറത്തു വന്നത്, തൊട്ടു പിന്നാലെ ഉണ്ടായ വലിയ തിരച്ചിൽ പോലീസ് തിരച്ചിലിന്റെ ഭാഗമാകുന്നു. നാട്ടുകാർ ഒന്നടങ്കം തിരച്ചിലിന്റെ ഭാഗമാകുന്നു. മുതിർന്നവർ മുതൽ കുട്ടികൾ വരെ ഇന്നലെ ചെന്താമരയ്ക്കായി നടത്തിയ തെരച്ചിൽ അതൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ ആ തിരച്ചിൽ മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടത്തിൽ പോലീസ് പിന്തിരിയുന്നു ആ തിരച്ചിൽ നിന്ന് എന്നുള്ള വാർത്ത വരുന്നു. പക്ഷേ അപ്പോൾ മറുഭാഗത്ത് ഈ ചെന്താമര പോലീസിന്റെ പിടിയിലാവുകയായിരുന്നു. ആ നാടൊന്നടങ്കം ആ തിരച്ചിലിന്റെ ഭാഗമായി നമ്മൾ ആ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. ഈ ചെന്താമര ഓടി രക്ഷപ്പെടാൻ ശ്രമം നടത്തുന്നു എന്നാണ് ആദ്യം പുറത്തു വന്ന വാർത്ത. അപ്പോൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പിന്നാലെ ഉണ്ടായിരുന്നു എന്ന വാർത്ത വരുന്നു. കുട്ടികൾ ഈ ചെന്താമരയെ കണ്ടു എന്നുള്ള വാർത്ത വരുന്നു. അതിന് പിന്നാലെയാണ് ചെന്താമര അറസ്റ്റിലാകുന്നത്, സ്റ്റേഷനിലേക്ക് എത്തിക്കുന്നത്, അവിടുത്തെ നാടകീയ സംഭവവികാസങ്ങൾ ഉണ്ടാകുന്നത്. അതിനുശേഷം പ്രതിയെ ഇപ്പോൾ ആലത്തൂർ ഡിവൈഎസ്പി ഓഫീസിൽ എത്തിച്ചിരിക്കുന്നു. കൊലപാതകം ഇതിനോടകം സമ്മതിച്ചിട്ടുണ്ട് പ്രതി. പക്ഷേ അത് കരുതിക്കൂട്ടിയുള്ളതല്ല എന്നാണ് പ്രതിയുടെ മൊഴി. താൻ ഒളിച്ചു കഴിഞ്ഞത് എവിടെയാണ്, ആ രീതികളൊക്കെ ഇതിനോടകം തന്നെ പ്രതി പോലീസിനോട് വിശദീകരിക്കുന്നുണ്ട്. ആ മൊഴിയുടെ വിശദാംശങ്ങളൊക്കെ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്.